നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളെ തേടി വരണമെന്നുണ്ടോ? സമ്പത്ത്, വിജയം, മികച്ച ആരോഗ്യം ഇതെല്ലാം നേടിയെടുക്കാൻ തുടർച്ചയായി 21 ദിവസം വെറും 2 മിനിറ്റ് സബ് കോൺഷ്യസ് മൈൻഡ് റീപ്രോഗ്രാമിംഗ് ചെയ്യുന്നത് വഴി നേടാൻ സാധിക്കും. നമ്മുടെ മനസ്സിന് പ്രധാനമായും 2 ഭാഗങ്ങളായി തിരിക്കാം. നാം ബോധപൂർവം ചിന്തിക്കാനും തീരുമാനങ്ങൾ എടുക്കാനും ഉപയോഗിക്കുന്നത് ബോധമനസ്സ് അഥവാ കോൺഷ്യസ് മൈൻഡാണ്. ചിന്തിക്കാതെ തന്നെ ശീലങ്ങളെയും വികാരങ്ങളെയും നിയന്ത്രിക്കുന്നത് ഉപബോധ മനസ്സ് അഥവാ സബ് കോൺഷ്യസ് മൈൻഡാണ്. നമ്മുടെ ജീവിതത്തിലെ 90% പ്രവൃത്തികളും നിയന്ത്രിക്കുന്നത് സബ് കോൺഷ്യസ് മൈൻഡാണ്. ബ്രീതിങ്, ഹാർട്ട് ബീറ്റ് തുടങ്ങിയ ശാരീരിക പ്രവർത്തനങ്ങൾ മുതൽ നമ്മുടെ ആത്മവിശ്വാസം വരെ ഈ മനസ്സിനെ ആശ്രയിച്ചിരിക്കുന്നു. സബ് കോൺഷ്യസ് മൈൻഡിനെ മാറ്റിയെടുക്കാനുള്ള 4 ഘട്ടങ്ങൾ. സ്റ്റെപ്പ് 1, റിലാക്സേഷൻ. നമ്മുടെ ബ്രെയിൻ സാധാരണ അവസ്ഥയിൽ അഥവാ ബീറ്റ സ്റ്റേറ്റിലായിരിക്കും. അതിനെ ശാന്തമായ അവസ്ഥയിലേക്ക് അഥവാ ആൽഫ സ്റ്റേറ്റിലേക്ക് കൊണ്ടുവന്നാൽ മാത്രമേ സബ് കോൺഷ്യസ് മൈൻഡ് ആക്റ്റീവ് ആകൂ. ചെയ്യേണ്ട രീതി: ശാന്തമായി ഒരിടത്തിരിക്കുകയോ കിടക്കുകയോ ചെയ്യുക. കണ്ണുകളടച്ച് 5 തവണ ദീർഘമായി ശ്വാസമെടുക്കുക. ഓരോ തവണ ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ നിങ്ങളുടെ ശരീരം പൂർണ്ണമായും വിശ്രമാവസ്ഥയിലേക്ക് മാറട്ടെ. തല മുതൽ കാൽപാദം വരെയുള്ള ഓരോ ഭാഗവും അയഞ്ഞു വരുന്നതായി സങ്കല്പിക്കുക. സ്റ്റെപ്പ് 2, ഗ്രാറ്റിറ്റ്യൂഡ്. സബ് കോൺഷ്യസ് മൈൻഡ് എപ്പോഴും സന്തോഷമുള്ളതും നന്ദിയുള്ളതുമായ അവസ്ഥയിലാണ് വേഗത്തിൽ പ്രതികരിക്കുന്നത്. പരാതികൾ പറഞ്ഞുകൊണ്ടിരുന്നാൽ അത് നെഗറ്റീവ് കാര്യങ്ങളെ ആകർഷിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോഴുള്ള നല്ല കാര്യങ്ങൾക്ക് നന്ദി പറയുക. എനിക്ക് ശ്വസിക്കാൻ കഴിയുന്നതിന് നന്ദി, നല്ലൊരു കുടുംബമുള്ളതിന് നന്ദി, ഇന്നത്തെ ദിവസത്തിന് നന്ദി. ഇങ്ങനെ കുറഞ്ഞത് 3 കാര്യങ്ങളെങ്കിലും മനസ്സിലോർക്കുക. അത് നിങ്ങളെ ഹൈ ഫ്രീക്വൻസി വൈബ്രേഷനിലേക്ക് ഉയർത്തും. പ്രപഞ്ചം നിങ്ങൾക്ക് നൽകിയ ചെറിയ കാര്യങ്ങൾക്ക് നിങ്ങൾ നന്ദി പറയുമ്പോൾ നിങ്ങൾക്ക് വലിയ കാര്യങ്ങൾ നൽകാൻ പ്രപഞ്ചം തയ്യാറെടുക്കുന്നു. കാരണം നന്ദിയുള്ള ഹൃദയത്തിലേക്ക് അത്ഭുതങ്ങൾ ഒഴുകിയെത്തുകയുള്ളൂ. സ്റ്റെപ്പ് 3, പോസിറ്റീവ് അഫർമേഷൻ. മനസ്സ് ശാന്തമായ ശേഷം അതിലേക്ക് നൽകുന്ന പോസിറ്റീവ് കമാൻഡുകളാണിത്. ഇതെപ്പോഴും വർത്തമാനകാലത്തിലായിരിക്കണം പറയേണ്ടത്. ഞാൻ സന്തോഷവാനാണ്, ഞാൻ പൂർണ്ണ ആരോഗ്യവാനാണ്, വിജയിക്കാൻ ആവശ്യമായ എല്ലാ കഴിവുകളും എന്നിലുണ്ട്, പ്രപഞ്ചത്തിലെ എല്ലാ ഐശ്വര്യങ്ങളും സമ്പത്തും എന്നിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഓർക്കുക, വെറുതെ വാചകങ്ങൾ പറയുന്നതിന് പകരം അത് സത്യമാണെന്ന് അനുഭവിച്ചുകൊണ്ട് ഇമോഷൻ ഫീൽ ചെയ്ത് പറയുക. റിപ്പല്ലിംഗ് എഫക്റ്റ് ഉണ്ടായേക്കാം. ഉദാഹരണം, എന്തെങ്കിലും രോഗാവസ്ഥയിലുള്ള വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഞാൻ പൂർണ്ണ ആരോഗ്യവാനാണെന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സ് അത് വിശ്വസിക്കാതെ ചോദ്യം ചെയ്യുന്നത് സ്വാഭാവികമാണ്. എന്നാൽ തുടർച്ചയായി ദിവസങ്ങളോളം പോസിറ്റീവ് അഫർമേഷൻ ചെയ്യുമ്പോൾ ഈ പോസിറ്റീവ് ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ ആഴത്തിൽ പതിയുകയും നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുകയും ചെയ്യും. സ്റ്റെപ്പ് 4, വിഷ്വലൈസേഷൻ. വാക്കുകളേക്കാൾ സബ് കോൺഷ്യസ് മൈൻഡ് വേഗത്തിൽ മനസ്സിലാക്കുന്നത് ചിത്രങ്ങളാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം ഇതിനോടകം തന്നെ നടന്നു കഴിഞ്ഞു എന്ന് സങ്കല്പിക്കുന്ന ഘട്ടമാണിത്. ചെയ്യേണ്ട രീതി: നിങ്ങൾ ആഗ്രഹിച്ച ജീവിതം ലഭിച്ചതോ നിങ്ങൾ വിജയിച്ചതോ ആയ ഒരു രംഗം മനസ്സിൽ സിനിമ പോലെ കാണുക. ഉദാഹരണം, ഒരു പുതിയ കാർ വാങ്ങണമെന്നാണ് ലക്ഷ്യമെങ്കിൽ ആ കാർ ഓടിക്കുന്നതായും അതിൻ്റെ മണം അനുഭവിക്കുന്നതായും സങ്കല്പിക്കുക. ആ സമയത്ത് ഉണ്ടാകുന്ന സന്തോഷം ഉള്ളിൽ അനുഭവിക്കുക. സബ് കോൺഷ്യസ് മൈൻഡ് റീപ്രോഗ്രാമിംഗ് രാത്രി ഉറങ്ങുന്നതിന് തൊട്ടു മുൻപോ അല്ലെങ്കിൽ രാവിലെ ഉണർന്ന ഉടനെയോ ചെയ്യുന്നതാണ് ഏറ്റവും അനുയോജ്യം. നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ ചിന്തകളുടെ പ്രതിഫലനമാണ്. ഇന്ന് നിങ്ങൾ മനസ്സിനോട് പറയുന്ന വാക്കുകളാണ് നാളെ നിങ്ങളുടെ ജീവിതത്തിലെ യാഥാർത്ഥ്യങ്ങളായി മാറുന്നത്. ഇതൊരു മാജിക് അല്ല, ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതാണ്. ആൽബർട്ട് ഐൻസ്റ്റീൻ തൻ്റെ കണ്ടുപിടുത്തങ്ങൾ പലതും തൻ്റെ വിഷ്വലൈസേഷനിലൂടെയാണ് കണ്ടെത്തിയത്. ജിം ക്യാരി പ്രശസ്തനാകുന്നതിന് മുൻപ് തനിക്ക് $10 മില്യൺ ലഭിച്ചതായി ഒരു ചെക്ക് എഴുതി തൻ്റെ പോക്കറ്റിൽ സൂക്ഷിക്കുകയും അത് സംഭവിക്കുമെന്ന് വിശ്വസിക്കുകയും പിന്നീട് നേടുകയും ചെയ്ത ഹോളിവുഡ് നടനാണ്. ഇവർക്കെല്ലാം സാധിക്കുമെങ്കിൽ നമുക്ക് സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ മാറ്റങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു പോസിറ്റീവ് ചിന്തയോടെ നമുക്ക് വീണ്ടും കാണാം. This is Selfie. Look at yourself and transform your life.